മൈക്കിൾ ജാക്സന്റെ മരണം ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. ലോകത്തെ മുഴുവൻ നൃത്തം ചെയ്യാൻ പഠിപ്പിച്ച പാദങ്ങൾ പെട്ടെന്ന് നിശ്ചലമായതെങ്ങനെ? ഡോക്ടർ കോൺറാഡ് മുറെ നൽകിയ മാരകമരുന്നിന് ഒരു അബദ്ധമായിരുന്നോ അതോ ആസൂത്രിതമായൊരു കൊലപാതകമാണ്? തൻ്റെ 50-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ $500 മില്യൺ കടബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആൽബങ്ങൾ വിറ്റുപോയത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. മൈക്കിൾ മരിച്ചാൽ മാത്രം ലാഭമുണ്ടാകുന്ന ചിലർ ഇതിന് പിന്നിലുണ്ടോ? നിങ്ങൾ കേട്ടു നോക്കൂ. 2009 ജൂൺ 25 ലോകം മുഴുവൻ ഞെട്ടലിലൂടെയാണ് ആ വാർത്ത കേട്ടത്. തൻ്റെ വലിയ തിരിച്ചുവരവിനായി തയ്യാറെടുക്കുകയായിരുന്ന മൈക്കിൾ ലോസ് ഏഞ്ചൽസിലെ തൻ്റെ വാടക വീട്ടിൽ അബോധാവസ്ഥയിലായി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് 2:26 അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചു. കാർഡിയക് അറസ്റ്റ് ആയിരുന്നു പ്രാഥമിക കാരണം. മരണസമയത്ത് മൈക്കിളിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറായ കോൺറാഡ് മുറെ ആയിരുന്നു. മൈക്കിളിന് കടുത്ത ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു. ഉറങ്ങാൻ വേണ്ടി പ്രൊപ്പോഫോൾ എന്ന വളരെ ശക്തമായ ഒരു അനസ്തേഷ്യ മരുന്ന് ഡോക്ടർ മൈക്കിളിന് നൽകി. ശസ്ത്രക്രിയകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഈ മരുന്ന് ഒരു വീടിനുള്ളിൽ വെച്ച് നൽകിയത് വലിയ തെറ്റായിരുന്നു. ഈ മരുന്നിൻ്റെ അളവ് കൂടിയതാണ് മരണകാരണമെന്ന് പിന്നീട് കണ്ടെത്തി. മൈക്കിളിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആരാധകർ വിശ്വസിച്ചു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഡോക്ടർ കോൺറാഡ് മുറെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2011 കോടതി അദ്ദേഹത്തെ ഇൻവോളണ്ടറി മാൻസ്ലോറ്റർ എന്ന കുറ്റത്തിന് ശിക്ഷിച്ചു. 4 വർഷം തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും 2 വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. മൈക്കിൾ മരിച്ചാൽ തൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീരുമെന്ന് കരുതി ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നതാണോ എന്നൊരു തിയറി ഇന്നും നിലനിൽക്കുന്നു. കൂടാതെ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും ലോകത്തിൽ നിന്ന് ഒളിച്ചു ജീവിക്കുകയാണെന്നും വിശ്വസിക്കുന്നവരും കുറവല്ല. 2019 പുറത്തിറങ്ങിയ ലീവിംഗ് നെവർലാൻഡ് എന്ന ഡോക്യുമെൻ്ററി അദ്ദേഹം കുട്ടികളെ പീഡിപ്പിച്ചിരുന്നു എന്ന പഴയ ആരോപണങ്ങൾ വീണ്ടും സജീവമാക്കി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?